നമസ്കാരം, ഞാൻ ഡോക്ടർ വിദ്യാ വിമൽ. നമ്മുടെ കുഞ്ഞുങ്ങളിലെ വിളർച്ച കാര്യമായൊരു ആരോഗ്യ പ്രശ്നമാണ്. കുഞ്ഞുങ്ങളിലെ വിളർച്ചയ്ക്ക് നാം ഡേറ്റ് സിറപ്പ് അല്ലെങ്കിൽ ഡയറ്റ് സപ്ലിമെൻറ്റേഷൻ മാത്രം നൽകുന്നത് ഒട്ടും ശരിയല്ല. ഈ ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞുങ്ങളുടെ വിളർച്ചയ്ക്ക് എന്താണ് കാരണമെന്ന് നാം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. വിളർച്ചയുടെ കാരണം അറിയാതെ ഡേറ്റ് സിറപ്പോ അല്ലെങ്കിൽ ഡയറ്റ് സപ്ലിമെൻറ്റേഷനോ മാത്രം നൽകുന്നത് ശരിയായ രോഗകാരണം കണ്ടെത്താൻ വൈകും. സാധാരണയായി കണ്ടുവരുന്ന പ്രധാന കാരണം കുഞ്ഞുങ്ങളുടെ വിളർച്ചയുടേത് ഏറ്റവും കോമൺ ആയിട്ടുള്ളത് അയൺ ഡെഫിഷ്യൻസി അനീമിയ, അയണിൻ്റെ കുറവ് മൂലമുള്ള വിളർച്ചാ പ്രശ്നമാണ്. മറ്റു കാരണങ്ങളും അതിനുണ്ട്. നാം എന്താണ് കാരണമെന്ന് കണ്ടുപിടിച്ച ശേഷം മാത്രം അയൺ സപ്ലിമെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുക. അയണിൻ്റെ സിറപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഒരു ഡോസ് ഉണ്ട്. 3 to 6 milligram per kg per day. ട്രീറ്റ്മെൻറ്റിന് കൊടുക്കുന്ന ഡോസും അതുപോലെ അയണിൻ്റെ ഡെഫിഷ്യൻസി വരാതിരിക്കാൻ ഡോക്ടർ കൊടുക്കുന്ന ഡോസും വ്യത്യാസമുള്ളതാണ്. അപ്പോൾ ഈ ഡോക്ടർ നിർദ്ദേശിക്കുന്ന അളവിൽ കൃത്യമായ കാലയളവിൽ വേണം അയണിൻ്റെ സിറപ്പ് കുഞ്ഞിന് നൽകേണ്ടത്. വരെ ഇളക്കിയ ശേഷം അയണിൻ്റെ സിറപ്പ് നൽകുക. ഡോക്ടർ നിർദ്ദേശിക്കുന്ന കാലയളവ് ഏകദേശം 3 മാസത്തോളം കുഞ്ഞിന് നൽകേണ്ടതുണ്ട്. ഈ ഒരു 3 മാസം കുഞ്ഞിന് അയൺ സിറപ്പ് കൊടുക്കുന്നത് വഴി അത് കരളിൽ ചെന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് അത് കൂടുതൽ ഗുണകരമാവുകയുള്ളൂ. അപ്പോൾ കുഞ്ഞിന് ഭാവിയിൽ ഉടനെ തന്നെ അയൺ ഡെഫിഷ്യൻസി ഉണ്ടാവുകയില്ല. 3 മാസം ഉറപ്പായിട്ടും അയണിൻ്റെ സിറപ്പ് കൊടുക്കണം. അത് മാത്രവുമല്ല, കാരണം എന്താണെന്ന് കണ്ടെത്തിയ ശേഷം വേണം വിളർച്ചയെ ചികിത്സിക്കാൻ.